ഒന്നാം ഘട്ട യാത്ര അവസാനിച്ചു കഴിഞ്ഞു. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സുസ്ഥിര വികസന മാതൃകകൾ തേടിയുള്ള യാത്രയിൽ ആവേശകരമായ കാഴ്ചകൾ ഒരുക്കിയാണ് ഓരോ പഞ്ചായത്തും ഞങ്ങളെ സ്വീകരിച്ചത്. ഗ്രീൻ കേരള എക്സ്പ്രസ് സഞ്ചരിച്ച പഞ്ചായത്തുകളിൽ നിന്നും തിരഞ്ഞെടുത്ത ഏറ്റവും മികച്ച 15 പഞ്ചായത്തുകളും ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി ഈ യാത്രയുടെ വഴിത്താരയിലെ വികസനത്തിന് നാഴികക്കല്ലുകൾ തേടിയുള്ള തിരിച്ചുപോക്കാണ്. ഗ്രീൻ കേരള എക്സ്പ്രസ് അടയാളപ്പെടുത്തുന്നതും കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വികസിപ്പിച്ചെടുത്ത ഇത്തരം സുസ്ഥിര വികസന മാതൃകകളാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ഗ്രീൻ കേരള എക്സ്പ്രസ് തിരിച്ചു ചെല്ലുന്നത് കാർഷിക മേഖലയിൽ വ്യത്യസ്തമാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച പഞ്ചായത്തുകളുടെ വികസന ദൃശ്യങ്ങളിലേക്കാണ്. കഴിഞ്ഞ 4 വർഷ കാലയളവിനുള്ളിൽ കേരളത്തിൽ 15,000 ഹെക്ടറിലധികം തരിശുഭൂമി കൃഷിയോഗ്യമാക്കുകയുണ്ടായി. കേരളത്തിലെ പഞ്ചായത്തുകൾ ഏറ്റെടുത്ത് നടത്തിയ ഭക്ഷ്യസുരക്ഷാ പദ്ധതി, എല്ലാവരും പാടത്തേക്ക് തുടങ്ങി നിരവധി കാർഷിക വികസന പദ്ധതികളുടെ ബാക്കിപത്രമാണ് ഈ നേട്ടം. ഗ്രീൻ കേരള എക്സ്പ്രസിൽ പങ്കെടുത്ത പഞ്ചായത്തുകളും തരിശുഭൂമി കൃഷിയോഗ്യമാക്കുന്നതിൽ ഗണ്യമായ പങ്ക് വഹിക്കുകയുണ്ടായി. തൃശൂർ ജില്ലയിലെ അന്നമനട ഗ്രാമപഞ്ചായത്ത് തരിശുഭൂമികൾ വീണ്ടെടുത്തത് പാടശേഖരങ്ങളിൽ വെള്ളക്കെട്ട് തീർക്കുന്ന എക്കാട്ടിത്തോട് വൻതോട് നവീകരണത്തിലൂടെയാണ്. കൃഷിഭൂമികൾ തരിശു കിടക്കാനുള്ള പ്രധാന കാരണമായുള്ളത് വെള്ളക്കെട്ടായിരുന്നു. അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ എക്കാട്ടിത്തോട് വൻതോട് നവീകരിക്കാൻ തീരുമാനിച്ചത്. 5.5 കോടി വകയിരുത്തിയ ഈ പദ്ധതിയുടെ പകുതി പണികൾ പൂർത്തിയായപ്പോൾ തന്നെ ഭൂരിഭാഗം തരിശുഭൂമികളും കൃഷിയോഗ്യമാക്കാൻ പഞ്ചായത്തിന് സാധിച്ചു. 184 ഹെക്ടർ തരിശുഭൂമിയിൽ 75 ഹെക്ടർ കൃഷിയോഗ്യമാക്കി എന്ന് പറയുന്നുണ്ട്. വളരെ നല്ല കാര്യം. അത് എങ്ങനെയാണ് അത് ചെയ്തത്? ഇത് കഴിഞ്ഞ വർഷത്തെ 2023 കണക്കാണ്. ഈ വർഷത്തെ കണക്ക് വ്യത്യസ്തമാണ്. 1200 ഏക്കർ എന്നുള്ള കണക്കാണ് ഈ വർഷത്തെ കണക്ക്. പഞ്ചായത്ത് കണ്ടെത്തിയ പ്രധാനപ്പെട്ട പ്രശ്നം 1 വെള്ളക്കെട്ടുന്ന പ്രശ്നം, 2 മറ്റ് ലേബറിന്റെ പ്രശ്നം, 3 മാർക്കറ്റിന്റെ പ്രശ്നം, 4 പ്രൊഡക്ഷൻ കോസ്റ്റിന്റെ പ്രശ്നം. ഈ 4 വിഷയങ്ങളെ പഞ്ചായത്ത് പഠിക്കുകയും അതിൽ ഗണ്യമായിട്ട് ഇടപെടുകയും ചെയ്തു. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിലും കൃഷിഭൂമി തരിച്ചിടാനുള്ള പ്രധാന കാരണം മാലിന്യങ്ങൾ മൂടിക്കിടന്നിരുന്ന മരക്കാടിത്തോടായിരുന്നു. പേരാമ്പ്ര ടൗണിൽ കൂടി ഒഴുകിയിരുന്ന മരക്കാടിത്തോട് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി ഒഴുക്ക് നിലച്ച അവസ്ഥയിലായിരുന്നു. ഈ കാരണത്താൽ ആ പ്രദേശങ്ങളിൽ കഴിഞ്ഞ 20 വർഷക്കാലമായി നെൽകൃഷി ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പോഴാണ് പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് NREGA തൊഴിലാളികളെ ഉപയോഗിച്ച് തോട് വൃത്തിയാക്കാൻ ഇറങ്ങിത്തിരിച്ചത്. ഇവിടുത്തെ പ്രധാന നീർച്ചാലായ മരക്കാടിത്തോടും 6 അനുബന്ധ തോടുകളും പാടവും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പായലുകളും മാലിന്യങ്ങളും നീക്കുക ശ്രമകരമായ ജോലിയായിരുന്നു. പ്ലാസ്റ്റിക് കുപ്പികൾ, കവറുകൾ, കുപ്പിച്ചില്ല് തുടങ്ങിയ മാലിന്യങ്ങളുടെ കൂമ്പാരമായിരുന്ന ഇവിടം വിഷജന്തുക്കളുടെ ആവാസ കേന്ദ്രമായിരുന്നു. 1121 തൊഴിലാളികൾക്ക് 15,694 തൊഴിൽ ദിനങ്ങൾ നൽകാൻ ഈ പഞ്ചായത്തിന് കഴിഞ്ഞു. പാടശേഖരത്തിൽ കൃഷിയിറക്കുന്നതിനു വേണ്ടി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വനിതാ കർഷക ഗ്രൂപ്പുകളും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പാടശേഖര സമിതികളും രൂപീകരിച്ചിരുന്നു. കൃഷിക്കാവശ്യമായ വിത്തുകൾ കൃഷിഭവനും വളം ഗ്രാമപഞ്ചായത്തും ലഭ്യമാക്കിയതോടെ 140 ഏക്കറിൽ നെൽകൃഷി ഇറക്കുവാൻ ഇവർക്ക് കഴിഞ്ഞു. ഇതിനു പുറമെ കപ്പകൃഷിയും പച്ചക്കറി കൃഷിയും ഇവർ ഇവിടെ നടത്തിവരുന്നുണ്ട്. കുടുംബശ്രീയും തൊഴിലുറപ്പ് പദ്ധതിയും പിന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ എല്ലാവരും പാടത്തേക്ക് എന്നുള്ള ഈ 3 വ്യത്യസ്ത പദ്ധതികളെ ഒരുമിച്ച് ചേർത്താണ് നിങ്ങൾ ഇത് ചെയ്തത്. അപ്പം അതിലിപ്പോൾ എത്ര ഹെക്ടറാണ് വീണ്ടെടുത്തതെന്നാ പറഞ്ഞത്? 150 ഏക്കർ ഈ കൈപ്പുറം പാടശേഖരത്ത്. 150 ഏക്കർ. അത് കൂടാതെ ഒരു 60 ഏക്കർ ഇപ്പം വിത്തിട്ട് തുടങ്ങി. ഇത് കൂടാതെ 60 ഏക്കർ. 43 വർഷത്തോളമായി തരിച്ചു കിടന്നിരുന്ന പാടങ്ങൾ കൃഷിയോഗ്യമാക്കുക എന്നത് കണ്ണൂർ ജില്ലയിലെ പുഴാതി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഭഗീരഥ പ്രയത്നം തന്നെയായിരുന്നു. കാട്ടാമ്പള്ളി പ്രോജക്ട് ഏരിയയിൽ പുഴാതി പഞ്ചായത്തിന്റെ 243 ഏക്കറോളം സ്ഥലം വരുമായിരുന്നു. കൈപ്പാട് പ്രദേശമാണ് പ്രധാനമായും ഇതിൽ വരുന്നത്. ജലലഭ്യത കുറഞ്ഞതിനാൽ ഈ പ്രദേശങ്ങൾ ഉണങ്ങി വരണ്ടുപോവുകയും 43 വർഷത്തോളം ഈ പ്രദേശത്ത് കൃഷി ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്തു. വലിയ സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ശേഷം 43 വർഷമായി അടഞ്ഞുകിടന്ന കാട്ടാമ്പള്ളി ഡാം തുറന്നപ്പോൾ പഞ്ചായത്ത് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ തീരുമാനിച്ചു. കൃഷിഭവന്റെ സഹായത്തോടെ പുഴാതി പഞ്ചായത്ത് ഏരിയ നെൽകർഷക സമിതി രൂപീകരിക്കുകയും ആദ്യ വർഷം 50 ഏക്കറിൽ കൃഷിയിറക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. 45 കൊല്ലമായിട്ട് തരിശു കിടക്കുന്ന ഭൂമിയാണ് വീണ്ടെടുക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചത്. വളരെ കഠിന പ്രയത്നം തന്നെ പറയാം. ഇത് കണ്ടപ്പോൾ 60 ഹെക്ടറിൽ 20 ഹെക്ടറാണ് ഇപ്പോൾ കൊണ്ടുവന്നത്.
കണ്ണൂർ ജില്ലയിലെ തന്നെ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കൃഷിഭൂമി വീണ്ടെടുത്തത് ജനകീയ കൂട്ടായ്മയിലൂടെയാണ്. പാടങ്ങളിൽ ഉപ്പുവെള്ളം കയറാതിരിക്കാൻ ബണ്ടുകൾ നിർമ്മിച്ചതും കൃഷിക്കായി മുന്നിട്ടിറങ്ങിയതുമെല്ലാം അവിടുത്തെ ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണ്. ഈ കാണുന്ന പാടശേഖരത്തിന്റെ ഈ ഒരു ഭാഗം മുഴുവൻ ഈ പദ്ധതി ആരംഭിക്കുന്നതിന് മുൻപ് തരിശിടമായിരുന്നു. പഞ്ചായത്ത് ആദ്യം ചെയ്തത് ഈ പ്രദേശത്തെ കൃഷിയോഗ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. ചെറുതാഴം പഞ്ചായത്തിലെ ചില പാടശേഖരങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നത് പതിവായിരുന്നു. അത് തടയുന്നതിനു വേണ്ടി ജനങ്ങളുടെ കൂട്ടായ്മയിൽ ബണ്ടുകൾ നിർമ്മിച്ചു. ഇതാണ് രാമപുരം ബണ്ട്. പാടശേഖരങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാനായി ജനങ്ങളുടെ കൂട്ടായ്മയിൽ നിർമ്മിച്ചതാണ് ഈ ബണ്ട്. ഈ രീതിയിൽ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കൃഷിയോഗ്യമാക്കിയത് 15 ഹെക്ടറോളം നെൽവയലുകളാണ്. കൃഷി മേഖലയിലെ ക്രിയാത്മകതയുടെ ഒരു സമ്പൂർണ്ണ ചക്രം, അതായത് നിങ്ങൾ ഭൂമി മണ്ണൊരുക്കുന്നു, ഒരുമിച്ച് നിന്ന് തരിശുനിലം മാറ്റി അത് കൃഷി ഇടമാക്കുന്നു, ആ ഭൂമിയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ നിങ്ങൾ ഒരുമിച്ച് ബണ്ട് കെട്ടി ഒരു വെള്ളത്തിനെ തടഞ്ഞു നിർത്തുന്നു, കൃഷി ഇറക്കുന്നു, പിന്നെ അവസാനം ഈ പറഞ്ഞ പോലെ സംഭരിക്കുകയും ഉൽപ്പാദിപ്പിക്കുകയൊക്കെ പുറമേ സാധാരണ അധികം കണ്ടിട്ടില്ലാത്ത പോലെ അതൊരു പുതിയ ഉൽപ്പന്നമായിട്ട്, നിങ്ങളുടെ മാത്രം ഉൽപ്പന്നമായിട്ട്, ചെറുതാഴത്തിൻ്റെ അഭിമാന സ്തംഭമായിട്ട്, അഭിമാന മുദ്രയായിട്ട് അവസാനം ഒരു ഉൽപ്പന്നം കൂടെ. അപ്പോൾ തീർച്ചയായിട്ടും ആ ക്രിയാത്മകതയുടെ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു സൈക്കിൾ കാണുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു വളരെ ആവേശകരമായിട്ടുള്ള ഒരു സംഭവമാണെന്ന്. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും വളരെ അടുത്ത് കിടക്കുന്ന ഗ്രാമപഞ്ചായത്താണ് കരകുളം. ഒരു കാലത്ത് അവിടെ നല്ല സമൃദ്ധമായ നെൽകൃഷി ഉണ്ടായിരുന്നു. എന്നാൽ നഗരവൽക്കരണത്തിന്റെ അതിപ്രസരം കാരണം നെൽവയലുകൾ ക്രമേണ അപ്രത്യക്ഷമായി. അതുകൊണ്ട് തന്നെ കരകുളം ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ നെൽകൃഷി നടത്തുന്നത് വയലിലല്ല, മറിച്ച് കരയിലാണ്. കരയിലെന്ന് പറഞ്ഞാൽ വീടിന്റെ മുറ്റത്തും ടെറസിലുമൊക്കെ അവർ 100 മേനി കൊയ്യുകയാണ്. അത്യധ്വാനത്തിന്റെ ഫലമായി 28 സെന്റിൽ നിന്ന് 15 ഹെക്ടറായി വ്യാപിപ്പിക്കാൻ ഈ പ്രദേശത്തെ കഴിഞ്ഞു. അതും കരനെൽ കൃഷി. ഏതാണ്ട് 60ഓളം കുടുംബങ്ങൾ ഈ പഞ്ചായത്തിൽ കരനെൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇവർക്ക് വേണ്ട സമ്പൂർണ്ണ പിന്തുണ പഞ്ചായത്ത് നൽകുന്നത് വിത്തായും വളമൊരുക്കാനുള്ള സഹായമായും കീടനാശിനിയുമായും ഒക്കെ. അങ്ങനെ വികസനത്തിലേക്ക് ഒരു പടി കൂടി അടുക്കുകയാണ് ഈ പഞ്ചായത്ത്. ഈ വീട്ടിൽ അരികിൽ നിന്ന് അടുപ്പിലേക്കുള്ള ദൂരം 3 തട്ടുപടിയാണ്. എന്താണെങ്കിലും ടെറസിന്റെ മുകളിൽ കരനെൽ കൃഷി ചെയ്യുന്ന വിജയൻ ചേട്ടൻ നമ്മുടെ കൂടെയുണ്ട്. ബാക്കി കാര്യങ്ങൾ വിജയൻ ചേട്ടൻ പറയും. കരകുളം ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ് ഇതിന്റെ ആശയം കിട്ടിയത്. അവിടെ നിന്ന് വളം, വിത്ത് എന്നിവ തന്ന് സഹായിക്കുകയും അതേപോലെ തന്നെ കൃഷി ഭവനിൽ നിന്ന് ആൾ വന്ന് ഇവിടെ വന്ന് ചെയ്യേണ്ട രീതികൾ പറഞ്ഞു തരികയൊക്കെ ചെയ്തിട്ടുണ്ട്. സൂര്യനാട് നോർത്ത് ഗ്രാമപഞ്ചായത്ത് 85 ഹെക്ടർ തരിശുനിലമാണ് കൃഷിയോഗ്യമാക്കിയത്. ശാസ്ത്രീയമായ യന്ത്രവൽക്കരണത്തിലൂടെയും NREG തൊഴിലാളികളെ ഉപയോഗിച്ചുമാണ് അവർ ഈ നേട്ടം എത്തിപ്പിടിച്ചത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നീർത്തട വികസന മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയാണ് പഞ്ചായത്ത് ഈ നേട്ടം കൈവരിച്ചത്. ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിന്റെ വിപണന സാധ്യതകൾക്കായി കുടുംബശ്രീ മിഷനുമായി സംയോജിച്ച് 2 കോടിയുടെ ഒരു നെല്ലു സംഭരണ സംസ്കരണ യൂണിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പഞ്ചായത്ത്. അപ്പൊ ഇതെല്ലാം സ്വകാര്യ ഭൂമിയല്ലേ? സ്വകാര്യ ഭൂമിയാണ്. അപ്പൊ ഈ സ്വകാര്യ ഭൂമിക്കാരെ ഇത് അങ്ങ് പഞ്ചായത്തിന് വിട്ടു തന്നതാണോ ഇത് വീണ്ടെടുക്കാനായിട്ട്, കൃഷിയായിട്ട് വീണ്ടെടുക്കാൻ? അല്ല സാർ, അതിൽ 90% ആളുകളും ഞങ്ങൾ സംസാരിച്ചപ്പോൾ കുറെ അധികം കർഷകര് 182ഓളം കർഷകരാണ് അവിടെ ഉള്ളത്. അതിൽ ഒരു 100ഓളം ആളുകൾ അവരായിട്ട് തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. ഈ ആനുകൂല്യങ്ങളും ഇടപെടലും ഒരു 50 ആളുകൾ നേരത്തെ തന്നെ കൃഷി ചെയ്യുന്നവരാണ്. ബാക്കിയുള്ളവർ ചെയ്യാൻ തയ്യാറായി. ബാക്കിയുള്ള സ്ഥലം 10 കുടുംബശ്രീ ഗ്രൂപ്പുകളെ സംയോജിപ്പിച്ചുകൊണ്ട് 100 ഏക്കറിനകത്ത് സ്ഥലം കുടുംബശ്രീ ഗ്രൂപ്പുകളാണ് കൃഷി ചെയ്യുന്നത്. കുടുംബശ്രീ യൂണിറ്റുകളും പാടശേഖര സമിതികളും വിദ്യാർത്ഥികളും ഒക്കെ ചേർന്നാണ് ഈ പാടങ്ങളിൽ കൃഷി ഇറക്കിയത്. യന്ത്രവൽക്കരണത്തിന് നേരത്തെയൊക്കെ പല ഭാഗങ്ങളിലും 10-20 കൊല്ലം മുമ്പ് കടുത്ത എതിർപ്പായിരുന്നു യൂണിയനുകളുടെയും ഒക്കെ ആയിട്ട്. ഒന്നുമില്ല. ഇപ്പൊ പല സ്ഥലങ്ങളിലും യന്ത്രം സ്വാഗതം ചെയ്യുന്ന ഒരു അവസ്ഥ. അതെങ്ങനെ വന്നു? അത് ഈ കൃഷി ചെയ്യാൻ കർഷക തൊഴിലാളികളില്ല, കർഷക തൊഴിലാളികളുടെ അഭാവം. ആലപ്പുഴ ജില്ലയിലെ പാലമേൽ ഗ്രാമപഞ്ചായത്തിന് കൃഷിഭൂമികൾ വീണ്ടെടുക്കുക എന്നത് ഒരു സമരം തന്നെയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് തരിശായി കിടന്നിരുന്ന ഈ 250 ഏക്കർ ഭൂമി ഒരു സ്വകാര്യ വ്യക്തി വിലയ്ക്ക് വാങ്ങി. എന്നാൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഈ ഭൂമി നികത്തുവാനുള്ള ശ്രമമുണ്ടായപ്പോൾ പഞ്ചായത്ത് സ്വയം ഈ ഭൂമി ഏറ്റെടുക്കുകയും ഇവിടുത്തെ കർഷക സംഘങ്ങളെ ഉപയോഗിച്ച് കൃഷി ഇറക്കുകയും ചെയ്തു. ഈ കൃഷി ഇറക്കിയതിലൂടെ ഇവിടുത്തെ ഭൂമി സംരക്ഷിക്കപ്പെടുക മാത്രമല്ല ചെയ്ത് നിലം നികത്തുവാനുള്ള അവസാന പഴുതും പഞ്ചായത്ത് അടയ്ക്കുകയായിരുന്നു. ഈ തരിശ് കൃഷിക്ക് നിങ്ങൾ 500 ഏക്കർ കൊണ്ടുവന്നതിന്റെ എഫേർട്ട് എനിക്കറിയാം. ഭയങ്കര അത്രയധികം ഞങ്ങൾ വിഷമിക്കുന്നതാണ്. അതിന് നമുക്ക് എന്ത് പ്രോത്സാഹനം ഒരു കൃഷിക്കാരന് കൊടുക്കാൻ സാധിച്ചു? അല്ലെങ്കിൽ ഒരു ഹെക്ടറിന് എത്ര എന്ന് വല്ലതും സംഖ്യ വെക്കാൻ സാധിച്ചു? അതിന് ഈ നിലം ഒരുക്കിയത്, അതായത് ഈ നിലം ഒരുക്കുന്ന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ കൃഷിക്കാർ തയ്യാറല്ലാതിരുന്നല്ലോ. കൃഷിക്കാർ തയ്യാറല്ലാതിരുന്നപ്പം നമ്മൾ ഈ പുഞ്ചയിൽ മുഴുവൻ ഒരു 6-7ഓളം ട്രാക്ടറുകൾ കുട്ടനാട്ടിൽ നടക്കം വരുത്തിയിട്ട് ഞാൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും പിന്നെ കൃഷി ഓഫീസിൽ നിന്നുള്ള ആളുകളോട് ചേർന്നുകൊണ്ട് ഞങ്ങൾ പാടശേഖരത്ത് നിന്ന് ഈ നിലം ഉഴുകയായിരുന്നു.
പൂർണ്ണമായിട്ട് ഉഴുതപ്പം ഈ ചില ആളുകളുടെ കണ്ടത്തിൽ നമ്മൾ കയറി നമുക്കറിയത്തില്ല ആരുടെ കണ്ടമാണ് എന്ന് പോലും അറിയത്തില്ല. ഉഴുത് കഴിയുമ്പോൾ ആൾ വന്നിട്ട് ഇതെൻ്റെ കണ്ടമാണ്. ചിലടത്ത് പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പ്രശ്നം ഉണ്ടായപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ കൃഷി ചെയ്തു, ഞങ്ങൾ ഈ നിലം ഉഴുത് തരും, വിത്തും വളവും സൗജന്യമായിട്ട് തരും, പിന്നെ കൊയ്യാനുള്ള മെഷീനറികൾ ഞങ്ങൾ എത്തിക്കും, തടയണയോ ബണ്ടവലം നിർമ്മിക്കണമെങ്കിൽ ഉടമസ്ഥനില്ലെങ്കിലോ ഉടമസ്ഥനില്ലാത്ത സ്ഥലങ്ങളും ഉടമസ്ഥനില്ലാത്ത മുഴുവൻ കണ്ടങ്ങളും കുടുംബശ്രീയുടെയും പുരുഷ സംഘത്തിന്റെ ആളുകളാണ് ചെയ്തത്. ആ വാർഡിലെ 13 കുടുംബശ്രീയും 5 സംഘങ്ങളും 300 ഏക്കർ കൃഷിയാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞ തരിശുരഹിത പഞ്ചായത്ത് അത് എന്ന് കംപ്ലീറ്റ് ആവും? ഈ തരിശുരഹിത പഞ്ചായത്ത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ആക്ഷൻ പ്ലാനിൽ എന്ന് നമുക്ക് പറയാൻ പറ്റും? ഞങ്ങളുടെ നോട്ടത്തിൽ ഇപ്പം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പാടങ്ങൾ മുഴുവൻ നമ്മൾ കൃഷി ചെയ്തു. വീണ്ടെടുത്ത കൃഷിഭൂമികൾ സംരക്ഷിക്കുക എന്നതും പാലമേലിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സമരം തന്നെയാണ്. സ്വാഭാവികമായിട്ട് മരിക്കുന്നെങ്കിൽ ടിപ്പർ അടിച്ച് മരിക്കാനാണ് ഞങ്ങൾ ഞങ്ങൾ കണ്ടുകൊണ്ട് തന്നെ പോകുന്നത്. മഴക്കാലം ഇങ്ങെത്തി, ഒപ്പം മഹാരോഗങ്ങളും. ഇതിന് പരിഹാരമാർഗം ഒന്നേ ഉള്ളൂ, ഓരോരുത്തരും അവരവരുടെ വീടുകൾ ശുദ്ധമായി സൂക്ഷിക്കുക. കൊതുക്, ഈച്ച തുടങ്ങിയ രോഗവാഹകരായ ജീവികൾ പെരുകുന്ന സാഹചര്യം ഒഴിവാക്കുക. മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ആരോഗ്യ പ്രവർത്തകരുമായി സഹകരിക്കുക. അത് മഹത്തായ പൗരധർമ്മമാണ്. വീടും പരിസരവും വൃത്തിയാക്കാം, പകർച്ചവ്യാധികൾ ഒഴിവാക്കാം. തരിശുഭൂമി വീണ്ടെടുക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നെല്ലിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, ശാസ്ത്രീയമായ യന്ത്രവൽക്കരണത്തിലൂടെ ഉൽപാദന ചെലവ് കുറയ്ക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ പ്രാവർത്തികമാക്കിയെങ്കിൽ മാത്രമേ വീണ്ടെടുത്ത തരിശുഭൂമിയിൽ കൃഷി ചെയ്യാൻ കർഷകർ തയ്യാറാവുകയുള്ളൂ. ഈ രംഗത്തും പഞ്ചായത്തുകൾ സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ തന്നെയാണ് കാഴ്ചവെക്കുന്നത്. കാർഷിക സർവകലാശാലയുമായി സഹകരിച്ച് പഞ്ചായത്തിലെ മുഴുവൻ പാടശേഖരങ്ങളിലും ശാസ്ത്രീയമായ മണ്ണ് പരിശോധന ക്യാമ്പുകൾ നടത്തി. കർഷകർക്ക് കൃത്യമായ വളപ്രയോഗത്തെക്കുറിച്ച് അറിവ് നൽകുന്നതിന് കാർഷിക പാഠശാലകൾ സംഘടിപ്പിച്ചു. ഇത് അനാവശ്യമായ വളപ്രയോഗങ്ങൾ ഒഴിവാക്കുന്നതിനും കൃഷി ചെലവ് ഗണ്യമായി കുറയ്ക്കുന്നതിനും സഹായിച്ചു. പാടത്തൊരു പാഠശാല എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് കീടങ്ങളെ, മിത്രകീടങ്ങളേത്, ശത്രുകീടങ്ങളേതെന്ന് തരംതിരിച്ച് കൃഷിക്കാർക്ക് ഉണർവ് കൊടുത്തു. അതിൻ്റെ വെളിച്ചത്തിൽ കാൽസ്യം ചേർക്കാനും അത് സബ്സിഡി റേറ്റിൽ പഞ്ചായത്ത് തരും, വളം കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് സബ്സിഡി റേറ്റിൽ തരും. അപ്പോൾ കുറഞ്ഞ തോതിൽ കുറഞ്ഞ ചെലവിൽ കൃഷി ചെയ്യാനായിട്ട് ഈ പാടത്തൊരു പാഠശാല വളരെ ഉപകരിച്ചു. എത്രയാണ് അവിടുത്തെ ഉൽപാദനക്ഷമത? ഏക്കറിനോ ഹെക്ടറിനോ? ഒരു ഹെക്ടറിന് 4 ടണ്ണൊക്കെ ആയിരുന്നു ഒരു 4 വർഷം മുമ്പ് വരെ അവിടെ ലഭ്യമായിരുന്നു. ഒരു ഹെക്ടറിന് 4 ടൺ, 25 വിളവ് മേനി എന്നൊക്കെ പറയുന്നത്. അതെ അതെ, അത് കുറവാണ്. അതിപ്പോൾ നമ്മുടെ ഒരു ഇടപെടൽ മൂലം എനിക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവ് ഈ വർഷത്തെ ഹാർവെസ്റ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു 8 ടൺ വരെ ആയിട്ട് അത് മാറുമെന്നാണ് ശരാശരി. അത് നല്ലൊരു നല്ലതാണ്. അതിൽ ആയിട്ടുണ്ടെങ്കിൽ നല്ല ലാഭമാണ്. കഴിഞ്ഞ വർഷം നമ്മൾ 7.5 വരെ, കഴിഞ്ഞ വർഷത്തെ 7.5 വരെ ആയിരുന്നു. കണ്ണൂർ ജില്ലയിലെ ഏഴോം ഗ്രാമപഞ്ചായത്ത് കൈപ്പാട് നിലങ്ങളുടെ സാധ്യതകളെയാണ് പ്രയോജനപ്പെടുത്തിയത്. മഴക്കാലത്ത് കൈപ്പാട് നിലങ്ങളിൽ ശുദ്ധജലം നിറയുമ്പോൾ അവിടെ നെൽകൃഷി ആരംഭിക്കുന്നു. വേനൽക്കാലത്ത് ശുദ്ധജലം ഇറങ്ങി ഉപ്പുവെള്ളം കയറുന്നതോടെ പാടങ്ങൾ മീൻ വളർത്താനുള്ള കുളങ്ങളായി മാറുന്നു. കൈപ്പാടിൽ പ്രധാനമായും ഒറ്റവിള നെൽകൃഷി മാത്രമേ നടത്താൻ കഴിയൂ. മൺസൂൺ മഴയ്ക്ക് ശേഷം പുഴയിലെ ഉപ്പ് നീങ്ങുമ്പോഴാണ് കൈപ്പാടിൽ കൃഷി ആരംഭിക്കുന്നത്. ഇത് സമ്പൂർണമായും ജൈവ കൃഷിയാണ്. മഴക്കാലം കഴിഞ്ഞാൽ ഉപ്പുവെള്ളത്തിന്റെ വരവോടെ കൈപ്പാട് മത്സ്യം വളർത്താനുതകുന്ന പ്രദേശമായി മാറും. അങ്ങനെ കൈപ്പാട് നിലങ്ങൾ നെൽകൃഷിക്കും മത്സ്യകൃഷിക്കും ഉപയോഗപ്പെടുത്തുവാൻ കഴിയുന്നു. കൈപ്പാട് പ്രദേശങ്ങളിലെ മത്സ്യസമ്പത്ത് പൂർണ്ണമായും ഉപയോഗപ്രദമാക്കാൻ നെല്ലും മീനും പദ്ധതിയിലൂടെ മത്സ്യത്തൊഴിലാളികൾക്ക് കഴിയുന്നുണ്ട്. 1 ഏക്കർ സ്ഥലത്ത് നെല്ലും മീനും ഉള്ള പരിപാടി നടപ്പിലാക്കാൻ എത്ര രൂപ ചിലവാകും? അതിൽ അത്രയും രൂപ ചിലവാക്കി കഴിയുമ്പോൾ എത്ര മീൻ കിട്ടും, എത്ര നെല്ല് കിട്ടും, അത് വിൽക്കുമ്പോൾ എത്ര രൂപ കിട്ടും? 15 കിൻഡല് ചെമ്മീനാണ് ഒരു 5 ഹെക്ടറിന് കിട്ടുന്നത്. 200 രൂപയാണ് 1 കിലോ കരിഞ്ചെമ്മീൻ എടുക്കുന്നത്. ഫിഷറീസ് വകുപ്പിന്റെയും കൃഷി വകുപ്പിന്റെയും സഹായത്തോടെ ഏഴോം ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്ന സംരംഭമാണ് നെല്ലും മീനും പദ്ധതി.